പക്ഷേ ഇപ്പോ വന്ദനയും ജഗനും ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് ജീവിക്കുന്നത് കാണുമ്പോ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതുപോലെ. രാഗി, നീ വാ, സമയം ഒരുപാടായി, നമുക്ക് കിടക്കാം. വേണ്ട അമ്മേ. സാറേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ, എന്താടോ? നമ്മുടെ കുറുപ്പ് സാറിന്റെ മോളെ കെട്ടിക്കൊണ്ടുവന്ന വീട്ടിലാണ് നമ്മളിപ്പോ പോയത്. ആ, അതെനിക്ക് നേരത്തെ അറിയാലോ. അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് രണ്ടെണ്ണത്തിനെ ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നേനെ. എടോ, ആ വീട്ടിൽ ചെന്നപ്പോ തനിക്ക് എന്തു തോന്നി? അതെന്താ സാർ അങ്ങനെ ചോദിച്ചേ? അല്ല, താൻ സർവീസിൽ കയറിയിട്ട് കുറച്ചു നാളായല്ലോ. അതെ സാർ. എന്നിട്ട് ഒരു കള്ളൻ കയറിയ വല്ല ലക്ഷണവും തോന്നിയോ തനിക്ക് അവിടെ? ഇല്ലല്ലോ സാർ. ആ, തനിക്ക് തോന്നിയോടോ? ഇല്ല സാർ. ഡോ, താനാ വണ്ടി ഒന്ന് നിർത്തി സൈഡിലോട്ട് നോക്ക്. സാർ. എനിക്കുള്ള കോളാ. ഹലോ സാർ, ഞാനിപ്പോ ഫോൺ എടുത്ത് അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കോൾ ഇങ്ങോട്ട് വന്നത്. നാട്ടിൽ കള്ളന്മാർ പെരുകി വരികയാണല്ലോ. നിങ്ങൾ പോലീസുകാർക്കൊന്നും ജോലിയോട് വലിയ ഉത്തരവാദിത്തമില്ലെന്നാണല്ലോ തോന്നുന്നത്. സാറേ, മോഷണം നടന്നൊരു വീട്ടിലേക്ക് ചെന്നാൽ ആ മോഷണത്തിന്റെ ഒരു സ്റ്റൈല് കാണുമ്പോൾ അറിയാം അതേത് കള്ളനാ ചെയ്തതെന്ന്. ഞങ്ങളിപ്പോ സാറിന്റെ മോളെ കെട്ടിച്ചു കൊടുത്ത വീട്ടിൽ നിന്നാ വരുന്നത്, മാധവൻ നായരുടെ വീട്ടിൽ നിന്ന്. ആണോ? അത് ഞാൻ അറിഞ്ഞിട്ട് വിളിച്ചതല്ല. ഒരു മോഷണം നടന്നു ഹരിത മോള് എന്റെ മോളെ അവൾ അമ്മയെ വിളിച്ചു പറഞ്ഞു. എന്നാ പിന്നെ ആ കാര്യം സാറിനെ ഒന്ന് അറിയിക്കാമെന്ന് കരുതി ഞാൻ വിളിച്ചതാ. ആ, പോയിട്ടെന്തായി? അതാണ് രസം. പുറത്തു നിന്നൊരു കള്ളൻ പൂട്ടിക്കിടക്കുന്ന ഒരു വീടിനകത്ത് കയറണമെങ്കിൽ ഒന്നുകിൽ മുൻവശത്തെയോ പിൻവശത്തെയോ കതക് പൊളിക്കണം, അല്ലെങ്കിൽ ജനലിന്റെ അഴി വളയ്ക്കണം. ഇതൊന്നും മാധവൻ നായരുടെ വീടിന് സംഭവിച്ചിട്ടില്ല. വീട് നശിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത കള്ളനായിരിക്കും കയറിയത്. മനസ്സിലായി സാറേ. അതിനർത്ഥം കള്ളൻ കപ്പലിൽ തന്നെയാ എന്നല്ലേ? ഈ കാര്യം ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞതേ ഉള്ളൂ. അപ്പച്ചി. എന്താടി? എന്താ അപ്പച്ചി അച്ഛൻ പറയുന്നത്? കള്ളം കപ്പലിൽ തന്നെ. അതൊരു സിനിമ പേരല്ലേ? കള്ളം കപ്പലിൽ തന്നെ. ഒന്നും കൂടെ തന്നോണ്ടല്ലോ അവളുടെ ഒരു സിനിമയല്ല, നാടകം. ഒന്ന് ഉടങ്ങിയിരി അവിടെ. സാറേ, സംഗതി നാറ്റ കേസായതുകൊണ്ട് തൽക്കാലം അന്വേഷണം ബലപ്പിക്കേണ്ട. ഞാൻ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ നാണക്കേട് കുറുപ്പിനാ. അതെ, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്നേ ഇലയിൽ വീണാലും ഇലയ്ക്ക് തന്നെയാ കേട്. ഏത് അന്തസ്സിന്റെ കാര്യമാ ഞാൻ ഉദ്ദേശിച്ചത്. നാണമില്ലാത്തവന്റെ മൂട്ടിലെ കാലുകളെ ചാൽ അതും അവർക്കൊരു തണലായിരിക്കും. ആ, ശരി, വച്ചോ. ശരി സാറേ. എന്താ അപ്പച്ചി? എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ല. എടീ, ഹരിതയുടെ വീട്ടിൽ കള്ളം കയറിയെന്ന്. അവിടെ കള്ളം കയറിയിട്ട് എന്തോ മോഷ്ടിക്കാനാ? വല്ല ചക്കയോ മാങ്ങയോ മോഷ്ടിക്കാൻ കയറിയതായിരിക്കും. എന്നാ അങ്ങനെയല്ല, മോഷണം പോയതേ 10-25 ലക്ഷം രൂപയാണെന്നാ കേട്ടത്. അത് ഈ മാധവനെയും കുടുംബത്തെ സംബന്ധിച്ച് അതൊരു 25 കോടിക്ക് തുല്യമാ അല്ലേ?
രാഗി, സാഗരെ, പണ്ട് ഇതുപോലെ ജീവിതം ജീവിച്ചു തീർക്കാതെ മരണപ്പെട്ടു പോയവരുടെ ആത്മാവായിരുന്നു അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. ഇപ്പോ ആത്മാവ് നഷ്ടപ്പെട്ടു പോയ എന്നെ പോലുള്ളവരുടെ മനസ്സാ ഗതി കിട്ടാതെ അലഞ്ഞു തിരിയുന്നത്. എന്താ രാഗി ഇത്? സാഗറെ, അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. നിനക്ക് എന്ത് പറ്റി രാഗി? അവർക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. എന്തോ രഹസ്യം. സത്യം, ആരുമില്ലാത്ത സമയങ്ങളിൽ അമ്മ എന്നെ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നും. രാഗി, നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടുന്നുണ്ടോ ഇങ്ങനെയൊക്കെ? ആ ആക്സിഡന്റ് സംഭവിച്ച് എന്റെ ഏട്ടനും അമ്മയും മരണപ്പെട്ടപ്പോ അതിങ്ങനെ സംഭവിച്ചു? അതൊരു അപകടമായിരുന്നോ അതോ ആരെങ്കിലും മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണോ എന്ന് അന്വേഷിക്കാനല്ല നമ്മൾ നിന്നത്. രാഗി, അതെ സാഗറെ, ആ ആക്സിഡന്റിന്റെ ക്ലെയിം വാങ്ങിയെടുക്കാനായിരുന്നു പ്രാധാന്യം കൊടുത്തത്. എനിക്കിപ്പോഴും സംശയം ബാക്കിയുണ്ട്. ഏട്ടന്റെ കല്യാണ ദിവസം തന്നെ ഇങ്ങനൊരു ആക്സിഡന്റും മരണവും. നമുക്കൊരു പുനരന്വേഷണ ഹർജി കൊടുത്താലോ? രാഗി, നീ പറയുന്നത് പോലെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഇപ്പോഴീ ഭൂമിയില്. എന്നുവെച്ചാ? ചില ദോഷങ്ങള്. രാജീവ് മേനോന്റെ ദോഷ സമയം കൊണ്ടാവില്ല ചിലപ്പോ ഇങ്ങനൊരു ആക്സിഡന്റ് സംഭവിച്ചത്. താലി ഭാഗ്യമില്ലാതിരുന്ന വന്ദനയുടെ ജന്മദോഷം കൊണ്ടായിരിക്കാം. അങ്ങനെയായിരുന്നു ഞാൻ എന്റെ മനസ്സിനെ വിശ്വസിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോ വന്ദനയും ജഗനും ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് ജീവിക്കുന്നത് കാണുമ്പോ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതുപോലെ. രാഗി, നീ വാ, സമയം ഒരുപാടായി, നമുക്ക് കിടക്കാം. വേണ്ട. ജീവിച്ചിരുന്ന സമയത്ത് എന്റെ അമ്മയ്ക്കൊരു സമാധാനം കൊടുക്കാത്തവളായിരുന്നു ഞാൻ. ഒരു പക്ഷേ അതിന്റെ ശാപമായിരിക്കും എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനോ താലോലിക്കാനോ ഉള്ള ഭാഗ്യം കിട്ടാതെ പോയത്. സാഗറെ, ഏട്ടന്റെ അമ്മയുടെ ആണ്ടാണ്. ജീവിച്ചിരുന്നപ്പോ സ്നേഹത്തോടെ ഒരു പിടി വാരിക്കൊടുക്കാൻ പറ്റിയില്ലേലും ആത്മാവിന് ബലിയിടണം. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. നമുക്ക് ദിയമോളെ കൊണ്ട് ബലിയിടിപ്പിച്ചാലോ? ആ, അത് കൊള്ളാം. അതിലൂടെ ദിയമോളുമായി അടുപ്പം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ദിയമോളൊപ്പം ഉണ്ടെങ്കിലേ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു സ്പീഡ് ഉണ്ടാവത്തുള്ളൂ.